സ്മാർട്ട് അക്കാഡമി അവതരിപ്പിക്കുന്ന കെമിസ്ട്രി ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് നിരവധി PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ്. ഇലക്ട്രോണുകൾ. J.J. തോംസൺ കണ്ടുപിടിച്ച ഇലക്ട്രോണുകൾ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരാറ്റത്തിന്റെ നെഗറ്റീവ് ചാർജുള്ള particle, negatively charged particle of an atom is electron. That was discovered by J.J. തോംസൺ. J.J. തോംസൺ കണ്ടുപിടിച്ച നെഗറ്റീവ് ചാർജുള്ള കണത്തിന്റെ പേരാണ് ഇലക്ട്രോൺ. ഈ ഇലക്ട്രോണുകൾ കറങ്ങുന്നതിന് അതിൻ്റെതായ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ട്. ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ്, ചുറ്റി കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. എന്തിനു ചുറ്റുമാണ് ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ന്യൂക്ലിയസിന് ചുറ്റുമാണ്. ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് around the nucleus. ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഫിക്സഡ് പാത്ത്, ഒരു നിശ്ചിത പാതയിലാണ് അതുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന സഞ്ചാര പാതയുടെ പേരാണ് ഷെൽ. ഈ ഷെല്ലിന് മറ്റൊരു പേരാണ് ഓർബിറ്റ്. ഇതിന്റെ വേറൊരു പേരിലും അറിയപ്പെടും, എനർജി ലെവൽ. ഇങ്ങനെ മൂന്ന് പേരുകളിൽ അറിയപ്പെടുന്നു: ഷെല്ല്, ഓർബിറ്റ്, എനർജി ലെവൽ. ദിസ് ഈസ് ദ ഫിക്സഡ് പാത്ത് വേർ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യം വരുന്നു: എത്ര ഇലക്ട്രോണുകളാണ് ഓരോ ഷെല്ലുകളിലും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം വരുന്നു. ആ ചോദ്യമാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ദിസ് ഈസ് എ പ്രീവിയസ് ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് ഇലക്ട്രോൺ accommodated in K shell. K ഷെല്ലിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഇതാണ് ചോദ്യം. ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 18, ഓപ്ഷൻ ഡി 36. ഇതാണ് നിങ്ങളുടെ ചോദ്യം. കെ ഷെല്ലിൽ കറങ്ങുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഇതാണ് ചോദ്യം. അപ്പൊ ഇതിന് നമ്മൾ ചെയ്യുന്നത്, ഷെല്ലുകളെ കുറിച്ച് ഒരു ഐഡിയ വേണം. ഈ ചോദ്യം കാണുന്ന കുട്ടിക്ക് ഷെല്ലുകളെ കുറിച്ച് ഒരു ഐഡിയ വേണം. ഷെല്ല് എന്ന് പറയുന്നത് അതിന്റെ മറ്റൊരു പേര് ഓർബിറ്റ് ആണെന്നും അതിന് വേറൊരു പേര് എനർജി ലെവൽ ആണെന്നും ഒരു ഐഡിയ വേണം. എന്താണ് ഷെല്ല്? ഒരു ആറ്റത്തിലെ ഏതോ ഒരു പാർട്ടിക്കിൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഷെല്ല് എന്ന് പറയുന്നത്. ഏത് പാർട്ടിക്കിൾ ആണത്? ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. പിന്നെ ഇലക്ട്രോൺ ആരാണ് കണ്ടുപിടിച്ചത്? J.J. തോംസൺ ആണ്. പിന്നെ ഇലക്ട്രോണിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന മറ്റൊരു കാര്യമുണ്ട്. പിന്നെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് J.J. തോംസൺ കണ്ടുപിടിച്ചതാണ്. ഒരു ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണവും ഏതാണ്? ഇലക്ട്രോൺ. ലൈറ്റസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരവ് ഏത് തന്നെയാണ്? ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോണിനെ കുറിച്ച് നമുക്ക് J.J. തോംസൺ കണ്ടുപിടിച്ചെന്ന് പറയാം. പിന്നെ നെഗറ്റീവ് ചാർജുള്ള ആറ്റത്തിലെ കണമാണ് ഇലക്ട്രോൺ എന്ന് പറയാം. അതുപോലെ തന്നെ ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഇലക്ട്രോൺ കറങ്ങുന്ന സഞ്ചാര പാതയുടെ പേരാണ് ഷെൽ എന്ന് നമുക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് ആ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺ വീതമാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഷെല്ലുകളുടെ പേര് ഏതൊക്കെയാണെന്ന്. അപ്പൊ ഈ ചോദ്യം കാണുന്ന ഒരു കുട്ടിക്ക് ആദ്യം പറയേണ്ടത് ഷെല്ലുകളുടെ പേരുകളാണ്. ആദ്യത്തെ ഷെല്ലിന്റെ പേര് K ഷെൽ, അടുത്ത ഷെല്ലിന്റെ പേര് L ഷെൽ, അടുത്ത ഷെല്ലിന്റെ പേര് M ഷെൽ, അടുത്ത ഷെല്ലിന്റെ പേര് N ഷെൽ. ഇങ്ങനെ 4 ഷെല്ലുകൾ: K ഷെൽ, L ഷെൽ, M ഷെൽ, N ഷെൽ ആണെന്ന് അറിയാം. ഇനി ഇതിനകത്ത് അറിയേണ്ട മറ്റൊരു കാര്യം, ഈ ഷെല്ലുകളിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കാണുന്ന ഒരു ഫോർമുലയുണ്ട്. ഫോർമുല ഫോർ ഫൈൻഡിങ് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് ഷെൽ. ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കാണുന്ന സമവാക്യം ഏത്? അതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. ആ സമവാക്യത്തിന്റെ പേരാണ് 2n². അപ്പൊ അവിടെ ഒരു ചോദ്യം കിട്ടി. എന്താണ്? മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് ഷെൽ. ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കാണുന്ന സമവാക്യം താഴെ പറയുന്നവയിൽ ഏത്? ആൻസർ ഏതാണ്? 2n². ഉണ്ടോ? ഈ പിന്നെ ഇക്വേഷന് ഒരു പേരുണ്ട്. ഈ ഇക്വേഷന്റെ പേരാണ് ബോർ-ബറി ഇക്വേഷൻ എന്ന് ഇതിനെ അറിയപ്പെടാറ്. കേട്ടോ, 2n² is the equation for finding maximum number of electrons in accommodated in each shell. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കാണുന്ന സൂത്രവാക്യമാണ് 2n². This is called the Bohr-Bari equation. ഇനി നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് വരാം. ഇതിന്റെ ഉത്തരം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യമായിട്ട് അറിയേണ്ടത് 2n² എന്ന് പറയുന്ന ഇക്വേഷൻ അറിയണം. ഇതിനകത്ത്
n എന്ന് പറയുന്ന വാല്യൂ 1 ആയാൽ അത് എപ്പോഴും കെ ഷെല്ലായിരിക്കും. n എന്ന് പറയുന്ന നമ്പർ n = 2 ആണെങ്കിൽ അതിനെ നമ്മൾ എൽ ഷെൽ എന്ന് വിളിക്കും. n = 3 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് എം ഷെൽ ആണെന്നാണ്. അങ്ങനെയും ഒരു നൊട്ടേഷൻ ഉണ്ട് ഷെല്ലുകളെ കുറിച്ച്. n = 4 എന്ന് പറഞ്ഞാൽ അത് എൻ ഷെൽ ആണെന്നും അറിഞ്ഞിരിക്കണം. അപ്പൊ ഷെല്ലുകൾ എന്ന് പറയുന്നത് ഇലക്ട്രോണുകൾ കറങ്ങുന്ന സ്ഥലമാണെന്ന് അറിയാം. ഷെല്ലുകളുടെ പേരാണ് കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ. കൂടാതെ കെ ഷെല്ലിനെ നമ്മൾ n = 1 എന്ന് വിളിക്കാറുണ്ട്. എൽ ഷെല്ലിനെ n = 2 എന്ന് പറയാറുണ്ട്. എം ഷെല്ലിന്റെ മറ്റൊരു പേരാണ് n = 3. എൻ ഷെല്ലിന്റെ മറ്റൊരു പേരാണ് n = 4. അങ്ങനെ നമ്മൾ ഷെല്ലുകളെ പറയാറുണ്ട്. അപ്പൊ ഷെല്ലുകളെ വിവിധ തരത്തിൽ നമ്മൾ വിളിക്കുന്നു. ഷെല്ലിനെ ഓർബിറ്റ് എന്ന് വിളിക്കും, എനർജി ലെവൽ എന്ന് വിളിക്കും, കെ ഷെൽ എന്ന് വിളിക്കും, എൽ ഷെൽ എന്ന് പറയും, എം ഷെൽ എന്ന് പറയും, എൻ ഷെൽ എന്ന് പറയും. കെ ഷെല്ലിന്റെ മറ്റൊരു പേരാണ് n = 1. എൽ ഷെല്ലിന്റെ മറ്റൊരു പേരാണ് n = 2. എം ഷെല്ലിന്റെ മറ്റൊരു പേരാണ് n = 3 ആൻഡ് എൻ ഷെല്ലിന്റെ മറ്റൊരു പേരാണ് n = 4. അപ്പൊ നമ്മൾ ബോർബറി ഇക്വേഷൻ ആകത്ത് ഇതിന്റെ വാല്യൂ n = 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നോക്കാം നമുക്ക് 2 അപ്പൊ കെ ഷെൽ എന്ന് പറയുന്നത് n = 1 ആണല്ലോ, നമുക്കറിയാലോ n = 1 ആണ്. അപ്പൊ എന്നിന് പകരം എത്ര കൊടുക്കുന്നു? 1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ 2 × 1² ദാറ്റ് ഈസ് 2 × 1ന്റെ സ്ക്വയർ എത്രയാണ്? 1 = എത്രയാണ്? 2. സോ ആൻസർ കിട്ടി. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. അതിലേക്ക് നമ്മൾ വന്നു. ഇനി ഇത് പഠിക്കുമ്പോൾ ഇത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ അടുത്ത കാര്യം കൂടി അറിയണ്ടേ? അപ്പൊ അതിലേക്ക് നമുക്ക് വരാം. ഈ ചോദ്യത്തിനകത്ത് ഞാൻ ചെറിയൊരു മാറ്റം വരുത്തുന്നു. നമ്പർ ഓഫ് ഇലക്ട്രോൺ അക്കോമഡേറ്റഡ് ഇൻ എൽ ഷെൽ ഉണ്ടോ? എൽ ഷെൽ രണ്ട് ഓപ്ഷൻസ് ഞാൻ തരാം. ഒന്ന് ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 18. നമുക്കറിയാം പിന്നെ കെ ഷെല്ലിനെ നമ്മൾ എങ്ങനെയും കൂടെ വിളിക്കാറുണ്ട്? n = 1 എന്ന് വിളിക്കാറുണ്ട്. എൽ ഷെല്ലിനെ നമ്മൾ n = 2 എന്ന് പറയാറുണ്ട്. എം ഷെല്ലിനെ നമ്മൾ n = 3 എന്ന് വിളിക്കാറുണ്ട്. ക്യാപിറ്റൽ എൻ ഷെല്ലിനെയോ നമ്മൾ n = 4 എന്ന് വിളിക്കാറുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇക്വേഷൻ ഏതാണ്? ഇലക്ട്രോണുകളുടെ എണ്ണം കാണുന്ന ഇക്വേഷൻ ഏതാണ്? 2n². ഇവിടെ ഏത് ഷെല്ലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? എൽ ഷെല്ലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എൽ ഷെൽ എന്ന് പറയുന്നത് ഏതാണ്? n = 2 ആണ്. അപ്പൊ n-ന്റെ വാല്യൂ എത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നോക്കാം. 2 × n-ന് പകരം നമ്മൾ എത്ര കൊടുക്കുന്നു? 2 കൊടുക്കുന്നു. 2ന്റെ സ്ക്വയർ 2 × 2ന്റെ സ്ക്വയർ എത്രയാണ്? 4 = എത്രയാണ്? 8. സോ ആൻസർ ഓപ്ഷൻ എ 8. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തേക്ക് നമുക്ക് പോകും. ഈ ചോദ്യത്തിൽ നമ്മൾ വീണ്ടും ഒന്ന് മാറ്റുന്നു. എങ്ങനെ മാറ്റുന്നു? ഇൻ എം ഷെൽ, എം ഷെല്ലിലാണ് എന്നുള്ളതാണ് ചോദ്യം വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എം ഷെല്ലിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? n = 3. ഇക്വേഷൻ എന്താണ്? 2n². അപ്പൊ വാല്യൂ കൊടുക്കും 2 × n-ന്റെ വാല്യൂ എത്രയാണ്? 3. n = 3. അപ്പൊ n എത്ര കൊടുക്കുന്നു? 3 കൊടുക്കുന്നു. ദാറ്റ് ഈസ് 2 × 3യുടെ സ്ക്വയർ എത്രയാണ്? 9. 18. ആൻസർ എത്രയാണ്? 18. അപ്പൊ എം ഷെല്ലാണ് ചോദ്യമെങ്കിൽ ഉത്തരം 18 ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ എം ഷെൽ. ഈ ഒരു ചോദ്യം കൂടി നമുക്ക് ഈ ഭാഗം തീർക്കാമല്ലോ. അത് കഴിയുമ്പോൾ accommodated in n shell. ഓപ്ഷൻ എ 18, ഓപ്ഷൻ ബി 32. ഇക്വേഷൻ എന്താണ്? 2n². നമുക്കറിയാം n ഷെൽ എന്ന് പറയുന്നത് n ഷെൽ എന്ന് പറയുന്നത് n = 4 ആണ്. നമ്മൾ അത് ഡയറക്റ്റ് ചെയ്തേക്കാം. നമുക്ക് 2 × n-ന്റെ വാല്യൂ എത്രയാണ്? 4. അപ്പൊ 4 കൊടുക്കുന്നു. അതുകൊണ്ട് n ഷെല്ലാണ് യോജിച്ചിരിക്കുന്നത്. 2 × 4². 2 × 4ന്റെ സ്ക്വയർ എത്രയാണ്? 18. 2 × 18 36. നമ്മുടെ ഓപ്ഷനകത്ത് തന്നോ ഇല്ല. അപ്പൊ ഞാൻ അടുത്തൊരു ഓപ്ഷൻ കൂടെ കൊടുക്കുന്നു. ഓപ്ഷൻ സി 36, ഓപ്ഷൻ ഡി 50 ഉണ്ടോ? അപ്പൊ 4 ഓപ്ഷൻ. ഓപ്ഷൻ എ 18, ഓപ്ഷൻ ബി 32, ഓപ്ഷൻ സി 36, ഓപ്ഷൻ ഡി 50. 4 ഓപ്ഷൻസ് കൊടുത്തു. നമ്മൾ ആൻസർ നോക്കി ചെയ്യുന്നതിന് വേണ്ടി അറിയേണ്ട ഇക്വേഷൻ 2n² ആണ്. n ഷെൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? n = 4 എന്നാണ്. അപ്പൊ n-ന്റെ വാല്യൂ എത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2 × 4ന്റെ സ്ക്വയർ എത്രയാണ്? 16. അപ്പൊ 2 × 16 32. 2 × 16 32. സോ ആൻസർ ഇവിടെ ഉണ്ടല്ലോ. നമുക്ക് ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബിയിലേക്ക് നമ്മൾ വരുന്നു. 32. ശ്രദ്ധിക്കുക. ഇവിടെ 2n² എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് എല്ലാത്തിന്റെ വാല്യൂസും വളരെ വേഗത്തിൽ നമുക്ക്
നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കട്ട് ചെയ്തായിരുന്നു കേട്ടോ, ഉണ്ടല്ലോ കട്ട് ചെയ്തു. 36 അല്ല 32 ആൻസറിലേക്ക് നമുക്ക് 32 4 സ്ക്വയർ 16 16 × 2 32 കറക്റ്റ് ആണ്. കെ ഷെല്ലിന് n = 1, എൻ ഷെല്ലിന് n = 2, എം ഷെല്ലിന് n = 3, എൻ ഷെല്ലിന് n = 4. ഓക്കെ, അത് കറക്റ്റ് ആയി. നമുക്ക് വാല്യൂസ് എല്ലാത്തിനെയും കിട്ടി. കെ ഷെല്ലിൽ വരുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും? എപ്പോഴും 2 ഇലക്ട്രോണുകളാണ് ഏത് ഷെല്ലിൽ വരുന്നത്? കെ ഷെല്ലിൽ വരുന്നത്. എൽ ഷെല്ലിൽ വരുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 8 ഇലക്ട്രോണുകളാണ് എൽ ഷെല്ലിൽ വരുന്നത്. കെ എൽ. അടുത്ത ഷെല്ല് എം ഷെൽ. എം ഷെല്ലിൽ വരുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം പിന്നെ നമുക്ക് നോക്കാം. 2n² എന്ന് പറയുന്ന ഇക്വേഷനില്ലേ, അപ്പൊ നോക്കൂ. 2 × എം ഷെൽ എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂസ് ഇട്ട് കൊടുക്കുന്നത്? 3 ആണ്. അപ്പൊ 3 സ്ക്വയർ 2 × 3 എത്രയാണ്? 9 = 18 ഇലക്ട്രോൺ പ്രസന്റ് ഇൻ എം ഷെൽ. അടുത്ത എൻ ഷെല്ലിൽ വരുന്നത് നമ്മൾ കിട്ടിയല്ലോ 2n² വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2 × n ന്റെ വാല്യൂ 4 സ്ക്വയർ 2 × 16 16 × 2 32. അടുത്ത എനിക്കൊരു ആഗ്രഹം ഓ ഷെല്ലും കൂടെ ഒന്ന് കണ്ടുപിടിക്കാൻ. ഓ ഷെൽ ഇക്വേഷൻ ഇട്ട് കൊടുക്കൂ. 2n². ഓ ഷെൽ എന്ന് പറയുമ്പോൾ n = എത്രാമത്തെ ഷെല്ലാണ്? 1 2 3 4 5ാമത്തെ ഷെല്ലാണ് ഓ ഷെൽ എന്ന് പറയുന്നത്. അപ്പൊ 2 × 5² 2 × 5² എത്രയാണ്? 25. അപ്പൊ ഇലക്ട്രോൺ എത്രയാണ്? 8 ഇലക്ട്രോൺ. കണ്ടോ, 8 ഇലക്ട്രോൺ. KLMNO. അടുത്തത് പി ഷെൽ. പി ഷെല്ലിൽ ഉൾപ്പെടുന്ന ഇലക്ട്രോണുകൾ എത്ര? പി ഷെൽ. നിങ്ങൾ മറന്നു പോരുത്, തെറ്റിപ്പോരുത്. ഞാനിവിടെ ഉപയോഗിച്ച വാക്ക് ഷെല്ലാണ്. ഷെൽ കണ്ടോ, ഷെൽ. പി എന്ന് പറയുന്ന ഷെല്ലിൽ ഉൾപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കാണുന്നത് എത്രാമത്തെ ഷെല്ല്? പി ഷെൽ എന്ന് പറയുന്നത് 1 2 3 4 5 6ാമത്തെ ഷെല്ല്. 6ാമത്തെ ഷെല്ലിൽ ഉൾപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 2n². അപ്പൊ എന്നിന്റെ വാല്യൂ എത്ര വരും? 6 വരും. അപ്പൊ 2 × 6² കണ്ടോ, 2 × 6² എത്ര? 36 അല്ലേ? 36 രണ്ടുകൂടെ മൾട്ടിപ്ലൈ എത്ര വരും? 72. അപ്പൊ 72 ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ പി ഷെൽ. പി ഷെൽ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ഷെല്ല്? 1 2 3 4 5 6ാമത്തെ ഷെൽ. അടുത്ത ALMNOP ക്യൂ ഷെൽ. നോക്കൂ, ക്യൂ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വരും? 2n². 2 × 7ാമത്തെ ഷെൽ. അപ്പൊ n = 7 7² ഉണ്ടോ. 2 × 7² എത്രയാണ്? ഉണ്ടോ, 49 98 മൊത്തം 7 ഷെല്ലുകളാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. 7 ഷെല്ല് ആകെ ഉണ്ട്. അതുകൊണ്ട് തന്നെ 7 പീരീഡ് ഉണ്ട്. മോഡേൺ പീരിയോഡിക് ടേബിളിൽ 7 പീരീഡ് ഉണ്ട്, 7 ഷെല്ലുണ്ട്. ഓരോ ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് n = 1, n = 2, n = 3, n = 4, n = 5, n = 6, n = 7 എന്ന രീതിയിലാണ് 2n² എന്ന വാല്യൂസിനകത്ത് ഓരോ എന്നിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നതാണ്. ഇത് വളരെ സിമ്പിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിന്റെ വാല്യൂ 1 ആണെങ്കിൽ അത് കെ ഷെല്ലുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. n = 2 ആണെങ്കിൽ എൽ ഷെല്ലുമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ മതിയാവും. ഉപയോഗിച്ച ഇക്വേഷന്റെ പേരാണ് ബോർബറി ഇക്വേഷൻ. ദാറ്റ് ഈസ് 2n². ബോർബറി ഇക്വേഷൻ 2n². കെ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2, എൽ ഷെല്ലിൽ 8, എം ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 18, എൻ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 32. ഉണ്ടാവും ഇക്വേഷൻ വെച്ച് ചെയ്തപ്പോൾ 32. ഓ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 50 50. പി ഷെല്ലിൽ, പി സബ് ഷെല്ലല്ല ഞാൻ പറഞ്ഞത്, പി ഷെല്ലാണ്. ഇത് കുട്ടികൾക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. പി ഷെൽ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ഷെല്ല്? 1 2 3 4 5 6ാമത്തെ ഷെല്ലിന്റെ പേരാണ് പി ഷെൽ. കണ്ടോ, 6ാമത്തെ ഷെല്ല് വരുമ്പോഴത്തേക്ക് എന്നിന്റെ വാല്യൂ 6 ഇട്ട് കൊടുത്തു. 6² 36 36 72 ഇലക്ട്രോൺസ് പി ഷെല്ലിൽ വരുന്നു. 7ാമത്തെ ഷെല്ലിന്റെ പേരാണ് ക്യൂ ഷെൽ. ഇക്വേഷൻ 2n² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 7² 49 49 2 98 98 ഇലക്ട്രോൺസ്. ഇത്രയാണ്. അപ്പൊ ഈ ഭാഗം കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്ത് പഠിച്ചു. ഇത് നല്ലതുപോലെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, താങ്ക് യു.
ശരി. ഈ ഇലക്ട്രോണുകളെ ഷെല്ലുകളിൽ കറങ്ങുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞ കാര്യമാണ്. ഷെല്ലുകളിൽ എങ്ങനെയാണ് അത് വിന്യസിച്ചിരിക്കുന്നത്? ഇലക്ട്രോൺസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ഈച്ച് ഷെൽ. ഹൗ? എങ്ങനെയാണ് ഇലക്ട്രോണുകളെ വേർതിരിച്ച് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വിതരണം നടത്തി ഓരോ ഷെല്ലുകളിൽ എങ്ങനെയാണ് ഇലക്ട്രോണുകളെ ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ കാണിക്കുന്നതാണ്. നോക്കൂ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വിന്യാസം ഓഫ് ആൻ എലമെന്റ്, ഒരു എലമെന്റിന്റെ ഇലക്ട്രോൺ വിന്യാസം വിത്ത് അറ്റോമിക് നമ്പർ 7. അറ്റോമിക് നമ്പർ 7 വരുന്ന ഒരു മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം താഴെ പറയുന്നവയിൽ ഏത് എന്നാണ് ചോദ്യം. നോക്കൂ, ഓപ്ഷൻസ് നോക്കൂ. 25, 287, 24, 281. ഇതാണ് ചോദ്യം. ഇലക്ട്രോണുകളെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് ചോദ്യത്തിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടും. ചോദ്യത്തിനകത്ത് നമുക്ക് എത്ര കിട്ടി? 7 കിട്ടി അല്ലേ? 7. അപ്പോ 7 കിട്ടിയെങ്കിൽ അതിനകത്ത് ആദ്യത്തെ ഷെല്ലിൽ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നല്ലോ. ആദ്യത്തെ ഷെല്ലിൽ മാക്സിമം ഇലക്ട്രോൺസ് എത്രയാണ് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. എത്രയാണ്? K=2. എൽ ഷെല്ലിൽ മാക്സിമം വരുന്ന ഇലക്ട്രോണുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എത്രയാണ്? 8. അടുത്ത മൂന്നാമത്തെ ഷെല്ലായി എമ്മിൽ എത്ര വരുന്നു? 18 വരുന്നു നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എൻ ഷെല്ലിൽ എത്ര വരുന്നു പഠിച്ചു? 32 വരുന്നു പഠിച്ചു അല്ലേ? ഓ ഷെല്ലിൽ എത്ര വരുന്നു പഠിച്ചു? 50 വരുന്നു പഠിച്ചു. പി ഷെല്ലിൽ എത്ര വരുന്നു പഠിച്ചു? 72 വരുന്നു പഠിച്ചു. ക്യൂ ഷെല്ലിൽ എത്ര വരുന്നു പഠിച്ചു? 98. ഇത് നമ്മൾ പഠിച്ച കാര്യമാണ് കേട്ടോ. ഇത് നമ്മുടെ മനസ്സിൽ വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം അറ്റോമിക് നമ്പർ 7, അതായത് ഒരു എലമെന്റ് എക്സ് എന്നിരിക്കട്ടെ, എക്സിന്റെ അറ്റോമിക് നമ്പർ 7 എന്നാണെന്ന് അറിയാം. അപ്പൊ ആദ്യത്തെ ഷെല്ലിന്റെ പേരെന്താണ്? കെ ഷെല്ലാണ്. കെ ഷെല്ലിൽ വരുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് അറിയാം? 2 എന്നറിയാം. അപ്പൊ കെ ഷെല്ലിൽ 2 പോയി ഉണ്ടോ? പിന്നെ ബാക്കി എത്ര ഉണ്ട്? നമ്മുടെ കയ്യിൽ ആകെ എത്ര ഇലക്ട്രോണുകളെ ഉള്ളൂ? നമ്മുടെ കയ്യിൽ 7 ഇലക്ട്രോണുകളെ ഉള്ളൂ. അറ്റോമിക് നമ്പർ 7 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളുടെ എണ്ണം 7 എന്നാണ് അർത്ഥം. അറ്റോമിക് നമ്പർ 7 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളുടെ എണ്ണം 7 എന്നാണ് അർത്ഥം. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമാണ്. ആദ്യത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ നമുക്കറിയാം? മാക്സിമം ഇലക്ട്രോൺ 2 ആണെന്ന് 2n² എന്ന് പറയുന്ന ബോർബറി ഈക്വേഷൻ വെച്ച് നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പൊ കെ ഷെല്ലിലെ മാക്സിമം ഇലക്ട്രോൺ 2 ആണ്. ഇനി എൽ ഷെല്ലിൽ മാക്സിമം എത്രയാണ്? 8. അപ്പൊ അതൊന്നും എഴുതേണ്ട കാര്യമില്ല. മാക്സിമം 8 ഇവിടെ കയറി എഴുതേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ കയ്യിൽ ആകെ എത്ര ഇലക്ട്രോണേ ഉള്ളൂ? 7 ഇലക്ട്രോണുകളെ ഉള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ ഷെല്ലിൽ 2 പോയി. ഇനി ബാക്കി എത്ര ഉണ്ടെന്ന് മാത്രം എഴുതിയാൽ ആൻസർ ആയി. 2,5. ഇവിടുത്തെ ആൻസർ എത്രയാണ്? 2,5. ദിസ് ഈസ് ദ ആൻസർ. കണ്ടോ? സിമ്പിൾ ആയി. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ഇതേപോലുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് മനസ്സിലായല്ലോ. ആദ്യത്തെ ഷെല്ലിൽ 2, അടുത്ത ഷെല്ലിൽ മാക്സിമം എത്രയാണെന്നറിയാം? 8 പക്ഷെ നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യനിൽ എത്ര ഇലക്ട്രോണുകളെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളൂ? 7 ഇലക്ട്രോണുകളെ നമ്മുടെ കയ്യിലുള്ളൂ. 7 ഇലക്ട്രോൺ. അപ്പൊ ആദ്യത്തെ ഷെല്ലിൽ 2 പോകും. പിന്നെ ബാക്കി എഴുതുക മാത്രമേ നിർവാഹമുള്ളൂ. ബാക്കി എത്രയാണ്? 5. ആൻസർ നോക്കി. ഏത്? ഓപ്ഷൻ എയിൽ 2,5. ദിസ് ഈസ് ദി ആൻസർ. നമുക്ക് അറ്റോമിക് നമ്പർ ഒന്ന് മാറ്റാം. അറ്റോമിക് നമ്പർ 11 ആയാൽ ആൻസർ എന്താണെന്ന് നോക്കാം. ആൻസർ നോക്കാം. കണ്ടോ? ഓപ്ഷനകത്ത് നമ്മൾ നോക്കുമ്പോൾ കുറെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവർ കൊടുത്തിരിക്കും. നമ്മൾ നോക്കാം. കറക്റ്റ് ആൻസർ എത്രയാണെന്ന് നോക്കാം. അറ്റോമിക് നമ്പർ 11 എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ചെയ്ത് നോക്കുന്നു. കെ ഷെല്ലിൽ എത്ര വരും? 2 വരും. അടുത്ത എൽ ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ ആണ്? 2 ഇലക്ട്രോൺ എന്ന് അറിയാം. അപ്പോൾ എൽ ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺ. പിന്നെ മൂന്നാമത്തെ ഷെല്ലിൽ എത്ര മാക്സിമം വരുന്നത്? 18 ഇലക്ട്രോൺ ആണ്. പക്ഷെ 18 ഇലക്ട്രോൺ നമ്മുടെ ചോദ്യത്തിനകത്തൊന്നും ഇല്ല. അത്രയും ഇലക്ട്രോണുകളൊന്നും കൊടുക്കാൻ വേണ്ടി ഒരു വലിയ സംഖ്യ ഒന്നും അല്ലേ അവർ ചോദ്യപേപ്പർ തന്നിരിക്കുന്നത്. അവരാകെ ഒരു കൊച്ചു സംഖ്യയാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. എത്രയാണ്? 11. ആ 11 എന്ന് പറയുന്ന സംഖ്യ ആദ്യത്തെ ഷെല്ലിൽ 2 കൊടുക്കുകയും അടുത്ത ഷെല്ലിൽ മാക്സിമം ഇലക്ട്രോൺ എത്ര? 8 കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ എം ഷെല്ലിൽ ബാക്കി കൊടുക്കാൻ 18 കൊടുക്കാൻ ഒരു വലിയ സംഖ്യ ഒന്നും ഒരു ചോദ്യപേപ്പറിൽ തന്നിട്ടില്ല. ആകെ തന്നിരിക്കുന്നത് 11 എന്ന് പറയുന്ന ഇലക്ട്രോണാണ്. 11 ഇലക്ട്രോണുകൾ മാത്രമാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ ഷെല്ലിൽ 2 പോയി, അടുത്ത ഷെല്ലിൽ 8 പോയി. ബാക്കി എത്രയാണോ അതങ്ങ് എഴുതിയാൽ ബാക്കി എത്രയാണ്? 1. കണ്ടോ? ബാക്കി എത്രയാണ്? 1. അപ്പൊ അവർ ഓപ്ഷനകത്ത് എങ്ങനെ തരാൻ സാധ്യത? ഓപ്ഷൻ നോക്കൂ. 28, ഓപ്ഷൻ എ 281, ഓപ്ഷൻ ബി 28, ഓപ്ഷൻ സി 2881, ഓപ്ഷൻ ഡി 27. ഉണ്ടോ? ആൻസർ ഏതാണ് വരുന്നത്? 281. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. 281. ദിസ് ഈസ് ദ ആൻസർ. സിമ്പിൾ ആണ്. അടുത്ത ചോദ്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 281 ഈസ് ദ ആൻസർ. കണ്ടുപിടിച്ചല്ലോ. കണ്ടുപിടിച്ച രീതി ഇതാണ്. ഓപ്ഷൻ കിടപ്പുണ്ട്. ഓപ്ഷൻ എ 281 ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഈ അറ്റോമിക് നമ്പർ ഞാനൊന്ന് മാറ്റി. 20. അറ്റോമിക് നമ്പർ 20. ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അറ്റോമിക് നമ്പർ 20 വരുന്ന ഒരു എലമെന്റ് എന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് എന്നറിയണം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. വെറുതെ എക്സ് എന്ന് എഴുതി 20 എന്ന് എഴുതി. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ എന്നറിയാം.
ഇച്ചിരി വലിയ സംഖ്യയാണല്ലോ 20. അടുത്ത ഷെല്ലിൽ 8 ഇലക്ട്രോൺ പോകുന്നു നമുക്കറിയാം. കണ്ടോ? ഇനിയാണ് സംശയം കുട്ടികൾക്ക്. മൂന്നാമത്തെ ഷെല്ലിൽ വരുന്ന മാക്സിമം ഇലക്ട്രോൺ എത്രയാണ്? 18. അപ്പൊ നമ്മുടെ കയ്യിൽ ബാക്കി എത്രയുണ്ട്? 2, 8, 10 ഇവിടെ ആയി കഴിഞ്ഞു. ബാക്കി എത്ര ഉണ്ട്? 10. അപ്പൊ ഈ 10 ഇവിടെ ഞാൻ എഴുതി. കണ്ടോ? 10 എഴുതി. പക്ഷെ ഇതല്ല ഉത്തരം. അവിടെയാണ് വിഷയം. ഇതല്ല ഉത്തരം. നമ്മൾ അവസാനം ഒരിക്കലും ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ലാസ്റ്റ് ഒരിക്കലും 10 ഇലക്ട്രോണിക് കൊണ്ട് നിർത്താറില്ല. കാരണം ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. അതായത് 10-നകത്ത് വരുന്ന മാക്സിമം സംഖ്യ നമ്മൾ പഠിച്ചത് 10-നകത്ത് 10 കൊണ്ട് നിർത്തത്തില്ല. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവസാനത്തെ ഷെല്ലിൽ 10 വരാറില്ല. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10-നകത്ത് വരുന്ന മാക്സിമം ഇലക്ട്രോൺ എത്രയാണെന്ന് നോക്കും. എത്രയാണ് 10-നകത്ത് വരുന്ന മാക്സിമം ഇലക്ട്രോൺ? 8. അപ്പൊ വരുമ്പോൾ ഈ 10-നെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 10-നെ ഒന്ന് ഈ 10-നകത്ത് വരുന്ന മാക്സിമം ഇലക്ട്രോൺ എത്രയാണ്? 8 ആണ്. ഉണ്ടോ? 10-നകത്ത് വരുന്നത് നമ്മൾ പഠിച്ചതനുസരിച്ചാണെങ്കിൽ 8 ഉണ്ട്. അപ്പൊ ആ 8 എന്ന് എഴുതി. ബാക്കി എത്ര ഉണ്ട്? 2. അപ്പൊ 10-നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു? 8,2 എന്ന് സ്പ്ലിറ്റ് ചെയ്തു. വെരി കെയർഫുൾ. നിങ്ങൾ വെറുതെ ഡൗട്ട് ഉണ്ടാവരുത്. അതായത് അവസാനത്തെ ഷെല്ലിൽ 10 എഴുതി കൂടെ, കാരണം എം ഷെല്ലിൽ പരമാവധി വരുന്നത് 10 ആണല്ലോ, 18 ആണല്ലോ, അതുകൊണ്ട് ഇവിടെ എഴുതി കൂടെ എന്നൊന്നും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ പറ്റത്തില്ല. 10-ന് നമ്മൾ എഴുതാറില്ല. അവസാനത്തെ സംഖ്യ 10 എന്നൊന്നും എഴുതാറില്ല. സോ 10-നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. 10-നകത്ത് വരുന്ന മാക്സിമം സംഖ്യ 10-നകത്ത് വരുന്ന മാക്സിമം സംഖ്യ പഠിച്ചത് എത്രയാണ്? 8. അപ്പൊ 8,2 എന്നാക്കി ആരെ? 10-നെ. അപ്പൊ ഉത്തരം എന്തായിട്ട് വരും? ഈ 10 അങ്ങ് വായിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. 10-നെ വായിച്ചു. 10-നെ വായിച്ചിട്ട് അവിടെ എത്ര ആക്കി? 8. 8 പിന്നെ ഇത് ബാക്കി ഏതാ? 2. അപ്പൊ ഞാൻ ഇതും ഒന്ന് വായിച്ചോണ്ട. 8, 2. അപ്പൊ ഈ 8 ഇലക്ട്രോൺ എവിടെ പോയി? എം ഷെല്ലിൽ പോയി. ബാക്കി 2 ഇലക്ട്രോൺ എവിടെ വന്നു? എൻ ഷെല്ലിൽ വന്നു. അപ്പൊ ഓപ്ഷൻ എങ്ങനെയായിരിക്കും അവർ തരുന്നത്? 2, 8, 8, 2. ഓപ്ഷൻ ബി 2, 8, 8, 1. ഓപ്ഷൻ സി 2, 8, 10. ഓപ്ഷൻ ഡി 2, 8, 9. വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ? 2882. ഉണ്ടോ? ഇതാണ് കറക്റ്റ് ആൻസർ. ഇതിലേക്ക് നമ്മൾ വരണം. നമുക്ക് ആ ഡൗട്ടുകൾ നിങ്ങൾക്ക് ഒന്ന് കറക്റ്റ് ചെയ്യും. ഇവിടുത്തെ കാര്യങ്ങൾ ഒന്ന് കറക്റ്റ് ചെയ്ത് നമുക്ക് 2 തന്നോട് തരാം. ഇങ്ങനെയുള്ളത് നമുക്ക് 2 തന്നോട് തരാം. നോക്കാം നമുക്ക്. ഇവിടെ ഞാൻ 19 ഇലക്ട്രോൺ വരുന്ന, അതായത് അറ്റോമിക് നമ്പർ 19. അറ്റോമിക് നമ്പർ 19 എന്ന് പറഞ്ഞാൽ 19 ഇലക്ട്രോണുകൾ വരുന്ന ഒരു ആറ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് വരുന്നതെന്ന് അറിയണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് X ഇട്ടു, 19 എഴുതി. K ഷെല്ലിൽ 2 ഇലക്ട്രോൺ പോയി. L ഷെല്ലിൽ 8 ഇലക്ട്രോൺ പോയി. M ഷെല്ലിൽ ബാക്കിയുള്ളത് എഴുതി. എത്ര ബാക്കിയുള്ളത്? എത്ര? 9. 9 എന്ന് പറയുന്ന സംഖ്യയെ അവസാനം കൊണ്ട് എഴുതത്തില്ല. 9-നകത്ത് വരുന്ന മാക്സിമം ഇലക്ട്രോൺ എത്രയാണ്? 9-നകത്ത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന സംഖ്യ എത്രയാണ്? 9-നകത്ത് വരുന്ന മാക്സിമം ഇലക്ട്രോൺ എത്രയാണ്? 8 ആണ്. അപ്പോൾ ഈ 9-നെ നമ്മൾ എങ്ങനെ 8 വരത്തക്ക രീതി സ്പ്ലിറ്റ് ചെയ്തു? 8,1 ഉണ്ടോ? 8,1. അപ്പോൾ ഈ 9-നെ മായിച്ചിട്ട് ഇവിടെ എത്ര ആക്കി? 8,1 എന്നാക്കി. 8,1. അപ്പൊ 8,1 എന്നാക്കി. ഈ 1 ഏത് ഷെല്ലിലേക്ക് പോകും? ALMN ഉണ്ടോ? N ഷെല്ലിലേക്ക് പോകും. അപ്പൊ ആൻസർ എത്ര വരും? 2881. അപ്പം 2 ഓപ്ഷൻസ് ഞാൻ തരാം. 2881. ഓപ്ഷൻ ബി 2882. ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. 2881. ശരി, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലേക്ക് പോകാം. അറ്റോമിക് നമ്പർ 13 നോക്കൂ. 13. K ഷെല്ലിൽ 2, L ഷെല്ലിൽ 8. M ഷെല്ല് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഷെല്ല് എത്രയാണ്? 3 ഉണ്ടോ? ഈ 3 നിങ്ങൾ ഒരു കാരണവശാലും ഈ 3-നകത്ത് വരുന്ന പരമാവധി സംഖ്യ ഇവിടെ 2 ഉണ്ട് എന്ന് കരുതി ഉണ്ടോ? ഒരിക്കലും ഈ 3-നെ നിങ്ങൾ 2,1 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ ശ്രമിക്കരുത്. അത് നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോകും. അങ്ങനെയില്ല. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എത്രയാണ്? 2,8,3 എന്നുള്ളതാണ്. അതായത് അവസാനം 3 വന്നാൽ അല്ലെങ്കിൽ അവസാനം 1 വന്നാൽ ഉത്തരം 2,8,1. അവസാനം 2 വന്നാലും അതിനൊന്നും ചെയ്യേണ്ട. അവസാനം 3 വന്നാലും അങ്ങനെ തന്നെയാണ്. അവസാനം 4 വന്നാലും അങ്ങനെ തന്നെയാണ്. ഉത്തരം അങ്ങനെ തന്നെയാണ്. കണ്ടോ? അവസാനം 5 വന്നാലും ഉത്തരം അങ്ങനെ തന്നെയാണ്. കണ്ടോ?
അവസാനം 6 വന്നാലും ഉത്തരം അങ്ങനെ തന്നെയാണ് കണ്ടോ. അവസാനം 7 വന്നാലും ഉത്തരം അങ്ങനെ തന്നെയാണ് കണ്ടോ. 7നെ ഒന്നും നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതരുതെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇനി ഈ 8 വന്നാലും ഉത്തരം അത് തന്നെയാണ് കണ്ടോ. 9 വന്നാൽ 9 മുതലാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്നർത്ഥം. 9 വന്നാൽ അതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 8,1 എന്ന് സ്പ്ലിറ്റ് ചെയ്യണം കണ്ടോ. 9 വന്നാൽ കണ്ടോ 9 വരുന്ന മുതലാണ് സ്പ്ലിറ്റിംഗ് തുടങ്ങുന്നത്. അവസാനം 9 വരുമ്പോഴാണ് സ്പ്ലിറ്റിംഗ് തുടങ്ങുന്നത് കണ്ടോ. 9 എങ്ങനെയാക്കും? 8,1 ആക്കും കണ്ടോ. 10 വന്നാലോ? 10 വന്നാൽ അതിനെ എങ്ങനെയാക്കും? 10 വന്നാൽ അതിനെ 8,2 ആക്കും. അവസാനം 11 വന്നാലോ? 11 വന്നാൽ നമ്മളതിനെ 8,3 എന്നാക്കും കണ്ടോ. അവസാനം 12 വന്നാലോ? 12 വന്നാൽ 12-നകത്ത് മാക്സിമം വരുന്ന സംഖ്യ 8. അപ്പൊ 8,4 എന്ന് സ്പ്ലിറ്റ് ചെയ്യും കണ്ടോ. 8,4. 13 വന്നാലോ? 8,5 എന്നാക്കും. ചുരുക്കി പറഞ്ഞാൽ 9 എന്ന് പറയുന്ന സംഖ്യ ഇവിടെ വരുമ്പോഴാണ് ഈ സ്പ്ലിറ്റിംഗ് തുടങ്ങുന്നത് എന്നർത്ഥം. അത് പ്രത്യേകം അറിയണം. അപ്പൊ ഞാൻ 8,5. 14 വന്നാലോ? 8,6 ഉണ്ടോ. 15 വന്നാലോ? 8,7 ഉണ്ടോ. 16 വന്നാലോ? 16 വരുന്നെങ്കിലോ 8,8. അത് ഞാൻ പറഞ്ഞതേ കുറച്ച് വലിയ സംഖ്യ വരുമ്പോഴേ ഇങ്ങനെയൊക്കെ വരാറുള്ളൂ. പക്ഷെ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ആദ്യത്തെ ഷെല്ലിൽ 2, അടുത്ത ഷെല്ലിൽ 8, ബാക്കി എത്രയാണ്? 3. ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും നിങ്ങൾ ഈ 3നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യരുത്? 2,1 എന്ന് സ്പ്ലിറ്റ് ചെയ്യരുത്. നിങ്ങളിവിടെ 4 വന്നാലും സ്പ്ലിറ്റ് ചെയ്യരുത്. 5 വന്നാലും സ്പ്ലിറ്റ് ചെയ്യരുത്. 6 വന്നാൽ സ്പ്ലിറ്റ് ചെയ്യരുത്. 7 വന്നാൽ സ്പ്ലിറ്റ് ചെയ്യരുത്. 8 വന്നാൽ സ്പ്ലിറ്റ് ചെയ്യരുത്. 9 ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ തുടങ്ങും. എങ്ങനെ? 8,1 തുടങ്ങും. അതായത് 9 വരുന്ന സമയം മുതലാണ് നിങ്ങൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. എവിടെ 9 വരുമ്പോഴാണ്? ഇവിടെ കണ്ടോ. ഇവിടെ 9 വന്നാൽ മുതൽ നമ്മൾ സ്പ്ലിറ്റിങ് തുടങ്ങും. ഓക്കെ, ക്ലിയർ ആയിട്ട് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിന്റെ ഉത്തരം എത്ര വരും? 2, 8, 9, 3. ഞാൻ പറഞ്ഞത് 3നെ സ്പ്ലിറ്റ് ചെയ്യരുത്. 3-നകത്ത് വരുന്ന മാക്സിമം സംഖ്യ 2 ആണ് എന്ന് കരുതിക്കൊണ്ട് 2,1 സ്പ്ലിറ്റ് ചെയ്യരുത്. അവസാനം 1 വന്നാലും 2 വന്നാലും 3 വന്നാലും 4 വന്നാലും ഇവിടെ 5 വന്നാലും ഇവിടെ 6 വന്നാലും ഇവിടെ 7 വന്നാലും ഇവിടെ 8 വന്നാലും ഒന്നും ചെയ്യണ്ട. അതുപോലെ കരുതിയാൽ 9 ഇവിടെ വരുന്ന സമയം മുതലാണ് നിങ്ങൾ സ്പ്ലിറ്റ് തുടങ്ങുന്നത്. 9 വന്നാൽ സ്പ്ലിറ്റ് ചെയ്യും, 10 വന്നാൽ സ്പ്ലിറ്റ് ചെയ്യും, 11 വന്നാൽ സ്പ്ലിറ്റ് ചെയ്യും, 12 ഇവിടെ വന്നാൽ സ്പ്ലിറ്റ് ചെയ്യും, 13 ഇവിടെ വന്നാൽ സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് തുടങ്ങുന്നത്. 9 വരുന്ന സമയം മുതലാണ് സ്പ്ലിറ്റിംഗ് തുടങ്ങുന്നതെന്ന് അർത്ഥം. അപ്പൊ ഇതിന്റെ ഉത്തരം കറക്റ്റ് ഉത്തരം 2 ഓപ്ഷൻ തരാം. 2, 8, 3. ഓപ്ഷൻ ബി 2, 8, 2, 1. അപ്പോ കറക്റ്റ് ഉത്തരം ഏതാണ്? 2, 8, 3. This is the correct answer for this question. Okay. ഇവിടെ 31 അറ്റോമിക് നമ്പർ 31. നോക്കാം. എക്സ് അറ്റോമിക് നമ്പർ 31. കെ ഷെല്ലിൽ എത്ര വരും? 2 വരും. എൽ ഷെല്ലിൽ എത്ര വരും? 8 വരും. ഉണ്ടോ? എം ഷെല്ലിൽ 31. ഇവിടെ 2 തൊട്ട് 10. ബാക്കി എത്ര? 21. ഉണ്ടോ? ഇവിടെയും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. 21 എന്ന് പറയുന്ന സംഖ്യ അവസാനം എഴുതി നിർത്താറില്ല. അപ്പൊ 21-ന് എന്ത് ചെയ്യണം? 21-നകത്ത് വരുന്ന മാക്സിമം സംഖ്യ ഇവിടെ ഉണ്ട്. എത്രയാണ്? 18 കിടപ്പുണ്ട് കണ്ടോ. അപ്പൊ 21-ന് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. 18,3 എന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു കണ്ടോ. 18,3 എന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. പിന്നെ ഈ 3 വന്നാൽ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യത്തില്ല. 21 ഒന്ന് സ്പ്ലിറ്റ് ചെയ്യും കണ്ടോ. 21-നകത്ത് മാക്സിമം നമ്പർ ഉണ്ട് എത്ര? 18. അപ്പൊ 18,3 എന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പൊ 21-ന് എങ്ങനെ എഴുതി? 18,3 എന്ന് എഴുതി. ഈ 3 അടുത്ത ഷെല്ലിലോട്ടാണ് പോകുന്നത്. KLM N ഷെല്ലിലേക്കാണ് 3 പോകുന്നുണ്ടോ. അപ്പൊ ആൻസർ നോക്കൂ. 2, 8, 18, 3. അപ്പൊ അവസാനം 3 വന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ അവസാനം 3 വന്നാലും 4 വന്നാലും കണ്ടോ. ലാസ്റ്റ് ഇപ്പോഴത്തെ ഇലക്ട്രോൺ എത്രയായി? നമ്മൾ ഇത്രയും ചെയ്തു വന്നപ്പോ ലാസ്റ്റ് ഇലക്ട്രോൺ എത്രയായി? 3 നിൽക്കുക. അവസാനം 3 വന്നാൽ സ്പ്ലിറ്റ് ചെയ്യണ്ട. 4 വന്നാൽ സ്പ്ലിറ്റ് ചെയ്യണ്ട. 5 വന്നാൽ സ്പ്ലിറ്റ് ചെയ്യണ്ട. 6 വന്നാൽ സ്പ്ലിറ്റ് ചെയ്യണ്ട. 7 വന്നാൽ സ്പ്ലിറ്റ് ചെയ്യണ്ട. 8 വന്നാൽ സ്പ്ലിറ്റ് ചെയ്യണ്ട. അവസാനം 9 വന്നാലും സ്പ്ലിറ്റ് ചെയ്യണം. 8 വന്നാക്കണം. ഇങ്ങനെ ഒരു രീതിയുണ്ട്. നിങ്ങൾ കുറെ ചെയ്തു വരുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. ഇതിന്റെ കറക്റ്റ് ഉത്തരം 2, 8, 18,
ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 2, 8, 18, 3. ദയവ് ചെയ്ത് നിങ്ങൾ അവസാനം 3 വന്നാൽ നിങ്ങൾ ഇതിനെ പിന്നെ 2,1 സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോകും. അതേ ഉള്ളൂ ഇതിനകത്ത് മനസ്സിലാക്കുക. ഇനി അവസാനം വരുന്ന സംഖ്യ സ്പ്ലിറ്റ് ചെയ്യണോ വേണ്ടോ അതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിച്ചാൽ ഈ ഭാഗം ഓക്കെ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഇതിന്റെ ഉത്തരം കണ്ടോ? 2, 8, 18, 3. 35 നോക്കാം. അറ്റോമിക് നമ്പർ 35 വരുന്ന എലമെന്റ്. ആദ്യത്തെ ഷെല്ലിൽ 2, കെ ഷെല്ലിൽ 2, അടുത്ത ഷെല്ലിൽ 8, അടുത്ത ഷെല്ലിൽ ഉണ്ടോ കുറച്ച് വലിയ സംഖ്യയാണ്. ഉണ്ടോ കുറച്ച് വലിയ സംഖ്യ. അടുത്ത ഷെല്ലിൽ 18 കൊടുക്കാം, കാരണം അത് കുറച്ച് വലിയ സംഖ്യയാണല്ലോ. ഉണ്ടോ എം ഷെല്ലിൽ പരമാവധി എത്ര? 18. ഇപ്പൊ എത്ര വരുന്നു? 2, 8, 10. 10ഉം 18 എത്ര? 28ആയി. 28 ബാക്കി എത്ര ഉണ്ട്? 7 ഇരട്ടം ഉണ്ടോ? 7 ഇരട്ടം. 28, 7 അല്ലെ 35. അപ്പൊ 7 ഇരട്ടം ഉണ്ട്. ബാക്കി 7 ഇരട്ടം ഞാൻ ലാസ്റ്റ് കൊണ്ടിട്ടുണ്ട്. ഇത് പിന്നെ ഡയറക്റ്റ് അങ്ങ് ചെയ്യാൻ സാധിച്ചു. ഇത് 2, 8, 18. എന്താ 18 ഇവിടെ എഴുതാൻ കാരണം? ഇത് കുറച്ച് വലിയൊരു സംഖ്യയാണ്. 35 എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ വലിയ സംഖ്യയാണ്. 35 എഴുതി വന്നപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ 2 കൊടുത്തു, അടുത്ത ഷെല്ലിൽ 8 കൊടുത്തു, അടുത്ത ഷെല്ലിൽ നമ്മൾ 18 കൊടുത്തു. വലിയ സംഖ്യ ആയിരുന്നു. 18 ഡയറക്റ്റ് കൊടുക്കാമല്ലോ. 18 കൊടുത്തു. ബാക്കി എത്ര ഉണ്ട്? 7. ഈ 7നെ സ്പ്ലിറ്റ് ചെയ്യണോ? വേണ്ട. ഈ 7 സ്പ്ലിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ 1 1 സ്പ്ലിറ്റ് ചെയ്യത്തില്ല, 2 1 സ്പ്ലിറ്റ് ചെയ്യത്തില്ല, 3 1 സ്പ്ലിറ്റ് ചെയ്യത്തില്ല, 4 1 സ്പ്ലിറ്റ് ചെയ്യത്തില്ല, 5 1 സ്പ്ലിറ്റ് ചെയ്യത്തില്ല, 6 1 സ്പ്ലിറ്റ് ചെയ്യത്തില്ല, 7 1 സ്പ്ലിറ്റ് ചെയ്യത്തില്ല, 8 വന്നാൽ സ്പ്ലിറ്റ് ചെയ്യത്തില്ല. ഇവിടെ 9 വന്നാൽ സ്പ്ലിറ്റ് ചെയ്യും. 8,1 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള റൂളുകൾ. ഓക്കെ, അപ്പൊ ആൻസർ 2, 8, 18, 7. ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി 51 അറ്റോമിക് നമ്പർ 51 വരുന്ന എലമെന്റ് നോക്കാം. ഇത്രയും ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഇതിൽ നിന്ന് എങ്ങനെ ചോദ്യം വന്നാലും ഉത്തരം എഴുതുന്നതിന് വേണ്ടിയാണ് ഇത്രയും ഡിസ്ക്രൈബ് ചെയ്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. അറ്റോമിക് നമ്പർ 51 വന്നാൽ നോക്കാം. എക്സ് 51. ആദ്യത്തെ ഷെല്ലിൽ കെ ഷെല്ലിൽ 2 പോയി. ഇച്ചിരി വലിയ സംഖ്യയല്ലേ. ഇപ്പൊ ഡയറക്റ്റ് എഴുതാം. കെയിൽ 2 പോയി, കെല്ലിൽ എത്ര ഉണ്ട്? 8 ഇരട്ടം പോയി. ഇച്ചിരി വലിയ സംഖ്യയാണ്. എമ്മിൽ എത്ര അങ്ങ് വരും? എത്ര വരും? ഇച്ചിരി വലിയ സംഖ്യയാണ്. 18 അങ്ങ് കൊടുത്തു. ഉണ്ടോ? ഇനിയാണ് അറിയേണ്ടത് കെ എൽ എം. എന്നിൽ എത്ര വരും നോക്കാം. എന്നിൽ ഇപ്പൊ ഇത്ര എഴുതിയപ്പോ എത്ര വന്നു? 28 വന്നു. ഉണ്ടോ? 2 8 10, 28. ഇത് മൊത്തം 28 ഇരട്ടം ഉണ്ട്. അപ്പൊ 51 28 ഇരട്ടം നമ്മൾ എഴുതി കഴിഞ്ഞു. ബാക്കി 3 23. ബാക്കി 23 ഇലക്ട്രോണാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഉണ്ടോ? നോക്കൂ, ഇവിടുന്ന് ഇവിടം വരെ വന്നപ്പോൾ തന്നെ 28 എഴുതി കഴിഞ്ഞു. അടുത്തത് എം ശരി എത്ര പോയി? 23 പോയി. ഇവിടെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. 23 എന്ന് പറയുന്ന സംഖ്യ ഡയറക്റ്റ് എഴുതി നിർത്തത്തില്ല. ലാസ്റ്റ് 23 വരത്തെ രീതിയിൽ എഴുതി നിർത്തത്തില്ല. കാരണം എന്താ? 23 ഒരു മാക്സിമം സംഖ്യ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എത്രയാണ് 23 മാക്സിമം സംഖ്യ പഠിച്ചു വെച്ചിരിക്കുന്നത്? 18ആണ്. അത് നമുക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 23 എന്ന് എഴുതാൻ പറ്റത്തില്ല. കാരണം 23 മാക്സിമം സംഖ്യ പഠിച്ചു വെച്ചിരിക്കുന്നു. എത്രയാണ്? 18. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 23 എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്ത് എത്ര ആക്കും? 18,3 എന്ന് എഴുതി. കണ്ടോ? 18,3. അത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കും. അപ്പൊ ഞാൻ 23 അല്ല 23 അല്ലേ? ഒന്നുകൂടിയേ. 51 28 23 18,5. 18,5. 18,5 23. ശരി, 3 2. ഓക്കെ, കറക്റ്റ് തന്നെ. 18,5 23. അപ്പൊ 18,5 എന്ന് എഴുതി. 23 നമ്മൾ 18,5 എന്ന് എഴുതി. 23 മാക്സിമം സംഖ്യ എത്രയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്? 18 അല്ലേ? 18. അപ്പൊ 18,5 എന്ന് എഴുതി. അപ്പൊ 23.
ഇനി ഞാൻ എന്തായിരുന്നു വായിച്ചിട്ട് 18,5 എന്ന് എഴുതി ഉണ്ടോ? ഈ കോമ എന്ന് പറഞ്ഞു. അടുത്ത ഷെല്ല് KLMNO എന്ന് പറയുന്ന ഷെല്ലിലേക്ക് കയറി. ഇപ്പൊ എങ്ങനെ വന്നത്? 2, 8, 18, 18, 5 എന്ന് പറയുന്നു. നിങ്ങൾ ഈ 5നെ കയറി ഒരു കാരണവശാലും 5നകത്ത് വരുന്ന മാക്സിമം സംഖ്യ എത്രയാണ്? 2 കണ്ടോ? അപ്പൊ 2,3 എന്ന് എഴുതാൻ ശ്രമിക്കരുത്. അവിടെയാണ് നിങ്ങൾക്ക് ഉത്തരം തെറ്റിപ്പോകുന്നത്. ഓക്കെ, കണ്ടോ? 5 എന്ന് പറയുന്ന സംഖ്യ 5നെ നിങ്ങൾ ദയവ് ചെയ്ത് 2,3 സ്പ്ലിറ്റ് ചെയ്യരുത്. കാരണം അവസാനം വരുന്ന സംഖ്യ 5 പോയി ഉണ്ടാവും. അപ്പൊ അവസാനം 1 വന്നാൽ സ്പ്ലിറ്റ് ചെയ്യണ്ട, 2 വന്നാൽ സ്പ്ലിറ്റ് ചെയ്യണ്ട, 3 വന്നാൽ സ്പ്ലിറ്റ് ചെയ്യണ്ട, 4 വന്നാൽ സ്പ്ലിറ്റ് ചെയ്യണ്ട, 5 വന്നാൽ സ്പ്ലിറ്റ് ചെയ്യണ്ട, 6 വന്നാൽ സ്പ്ലിറ്റ് ചെയ്യണ്ട, 7 വന്നാൽ സ്പ്ലിറ്റ് ചെയ്യണ്ട, 8 വന്നാൽ സ്പ്ലിറ്റ് ചെയ്യണ്ട, 9 വന്നാൽ സ്പ്ലിറ്റ് ചെയ്യണം. ഇതാണ് ഇതിന്റെ റൂൾ. 51 എന്ന് പറയുമ്പോൾ 2, 8, 18, 18, 5. ഇപ്പൊ കറക്റ്റ് ആൻസർ 2, 8, 18,